ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ബുദ്ധി വളർന്നു, എന്നാൽ ഭക്തി പിളർന്നു. രണ്ട് സ്ത്രീകൾ അവരുടെ മക്കളെക്കുറിച്ച് സൂചിപ്പിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ഒരു വിഷയം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഒരു സ്ത്രീ സൂചിപ്പിച്ചൊരു കാര്യം, എൻ്റെ മകൻ ഒരു കാലത്ത് അൾത്താരബാലനായിരുന്നു. അത്രമാത്രം ദൈവത്തോടടുത്ത് നിന്ന ഒരു വ്യക്തി, കുർബാനയ്ക്ക് കൂടും, സർവ് ചെയ്യും, അൾത്താരബാലനായിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യതയോടെ ചെയ്തിരുന്ന വ്യക്തിയാണ്. ഇന്ന് അവൻ പള്ളി പോലും കയറത്തില്ല, അവനെ പ്രാർത്ഥിക്കത്തില്ല, പള്ളി കയറത്തില്ല, അങ്ങനെ വിശുദ്ധ ബലിയർപ്പണമോ ആത്മീയ കാര്യങ്ങളോ ഒന്നുമില്ല, അതിനതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറയണത്. കുറച്ച് വളർച്ച പ്രാപിച്ചു, വിദ്യാഭ്യാസം വന്നു, ഇതെല്ലാം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ദൈവം വേണ്ട, ഭക്തിയുടെ ആവശ്യമില്ല, പ്രാർത്ഥനയുടെ ആവശ്യമില്ല, ആ ഒരവസ്ഥയിലേക്ക് പോയി. അവൻ്റെ ബുദ്ധി വളർന്നു, പക്ഷെ അവൻ്റെ ഭക്തി പിളർന്നു പോയി. മറ്റൊരു സ്ത്രീ അവർ പറഞ്ഞത്, എൻ്റെ മകൻ അവരുടെ ബാച്ചിൽ ഏതാണ്ട് 4ാം റാങ്ക് ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അത്രമാത്രം ബുദ്ധിമാൻ, അവന് പഠിക്കാൻ കഴിവുണ്ടായിരുന്നു, 4th റാങ്ക് അവൻ സ്വന്തമാക്കിയതാണ്. പക്ഷെ ഇന്ന് അവൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് അവർ പറഞ്ഞത്, അവനിങ്ങനെയും നിരീശ്വര ചിന്ത അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലേക്കൊക്കെ പോയി, ചില കൂട്ടുകെട്ടുകളിലേക്കൊക്കെ പോയി. എൻ്റെ അമ്മ പറഞ്ഞത്, ഒരു റാങ്കും ഇല്ലാതിരുന്ന അവൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഇന്ന് നല്ല നിലയിലെത്തി, ഇവനെങ്ങും എത്തിയിട്ടില്ല. അവൻ്റെയും ബുദ്ധി വളർന്നു, പക്ഷെ അവൻ്റെ ഭക്തി വളർന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവൻ്റെ ജീവിതത്തിനുണ്ടായ അധപ്പതനം, ഇത് നാം ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നില്ലെങ്കിൽ ലോകം നമ്മളെ, സാത്താൻ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റി നമ്മളെ നാശത്തിലേക്ക് നയിക്കാൻ അവൻ പരിശ്രമിക്കും. വീണു പോകാതിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ പഠിക്കാം. ഒന്നാമത്തെ കാര്യം, ഏറ്റവും നല്ലൊരു കോംബോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഒരു കോമ്പിനേഷൻ, അത് വിശുദ്ധ പീറ്റർ ക്രിസോലഗസ് പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: പുണ്യാഭ്യാസം, വിദ്യാഭ്യാസം, ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നന്നായിട്ട് വളർന്നു വരുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും മനോഹരമായ ഒരു കോംബോ, വിദ്യാഭ്യാസം, പുണ്യാഭ്യാസം. നമ്മൾ പഠിക്കണം, പഠിത്തത്തിൽ നമ്മൾ വളരണം, അതുപോലെ തന്നെ പുണ്യങ്ങൾ അഭ്യസിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. പുണ്യാഭ്യാസം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാതാപിതാക്കൾ, നിങ്ങൾ മക്കളെ വളർത്തുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കും സ്ഥാനം കൊടുക്കണം. ഏറ്റവും നല്ല വിദ്യാഭ്യാസം, അല്ലെങ്കിൽ റാങ്ക് വാങ്ങിച്ച് ഏറ്റവും നല്ലൊരു ഉദ്യോഗം, നല്ലൊരു ശമ്പളം സ്വന്തമാക്കുക, വാങ്ങിക്കുക എന്നുള്ളത് മാത്രം മക്കളിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ പോരാ. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മക്കൾ ദൈവത്തിൻ്റെ മക്കളായി വളരണം, കൃപയിൽ വളരണം, പുണ്യങ്ങൾ അഭ്യസിക്കണം. അതാണ് അവർക്ക് ഒരു നല്ല ഭാവി നൽകുന്നത്, അവരെ സ്വർഗത്തിലെത്തിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. അറിവ് ഒരു സമ്പത്താണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17:3 വായിച്ചാൽ, പിതാവായ ദൈവത്തെയും അവിടുന്ന് അയച്ച പുത്രനായ യേശുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. നിത്യജീവന് പോലും ഉപകരിക്കുന്നതാണ് ഈ അറിവ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കാം. 1 യോഹന്നാൻ 4:8 വായിച്ചാലോ, ദൈവത്തെ സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ ദൈവത്തെ അറിയണം. സ്നേഹിക്കാത്തവർ ദൈവത്തെ അറിയാത്തവരാണ്. സ്നേഹിക്കാത്തവർ ജീവിതത്തിൽ തന്നെ പരാജയപ്പെട്ടു പോകുന്നവരാണ്. അത് വരാതിരിക്കാൻ ദൈവത്തെ നമ്മൾ അറിയണം, അറിവ് നമ്മൾ സമ്പാദിക്കണം. അറിയാലോ, സുഹൃത ജീവിതം അത് വളരെ പ്രധാനപ്പെട്ടതാണെന്നും വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 29:12 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ദാനധർമ്മമായിരിക്കട്ടെ നിന്റെ നിക്ഷേപം. സുഹൃത ജീവിതം, അതുപോലെ തന്നെ സൽപ്രവർത്തികൾ ചെയ്യുന്നത്, അത് വലിയൊരു നിധിയായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. 1 തീമോത്തി 6:18, സൽപ്രവർത്തികളിൽ സമ്പന്നരാകാൻ നീ അവരെ പഠിപ്പിക്കണം, അതിന് ട്രെയിൻ ചെയ്യണം. നമ്മൾ ശരിക്കും സമ്പന്നരാകേണ്ടത് സൽപ്രവർത്തികളിൽ. കുറേ പണമുണ്ടാക്കിയാൽ പോരാ, അതിനേക്കാൾ വലിയ സമ്പത്താണ് സൽപ്രവർത്തികളാൽ സമ്പന്നരാകുന്നത്. 2 പത്രോസ് 1:5 മുതൽ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് സമ്പന്നരാകാൻ പറ്റും. 3-ാം അധ്യായം 18-ാമത്തെ വചനം വായിക്കുമ്പോൾ ദൈവത്തിലൂടെ, ദൈവത്തെ അറിയുന്നതിലൂടെ നമുക്ക് സമ്പന്നരാകാൻ പറ്റും എന്നുള്ളതെല്ലാം ഈ വചനഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ശരിക്കും ഭക്തി. ചിലർക്ക് തോന്നിയേക്കാം,
കൈകൂപ്പുന്നത് ഭക്തിയാണ്, കുനിഞ്ഞു നടക്കുന്നത് ഭക്തിയാണെന്ന്, എളിമയാണെന്നൊക്കെ ഒന്നുമല്ല. ഭക്തി നമ്മുടെ ബോഡി പോസ്ചറിലുള്ള കാര്യമേ അല്ല. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വിശുദ്ധൻ തോമസ് അക്വിനാസ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഭക്തി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പയറ്റി. പയറ്റി ഈസ് ദി അങ്ഷൻ ഓഫ് പ്രയർ. അങ്ങനെയാണ് വിശുദ്ധ തോമസ് അക്വിനാസ് പഠിപ്പിക്കുക. പയറ്റി, അങ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഭിഷേകം. അതുകൊണ്ട് ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം എന്ന് പറയാവുന്നതാണ് ഭക്തി. ഭക്തിയോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കൊരു അഭിഷേകമുണ്ട്, അതിൻ്റേതായിട്ടുള്ള സൽഫലങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഈ വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുക. സുഭാഷിതങ്ങൾ 8-ാം അധ്യായം 13-ാമത്തെ വചനം, ദൈവഭയം, ദൈവഭക്തി എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തിന്മയെ വെറുക്കുന്നതാണ് ദൈവഭക്തി. പാപത്തെ വെറുക്കാതെ കൈകൂപ്പി നടന്നാലും കൈകൂപ്പി പ്രാർത്ഥിച്ചാലും കുനിഞ്ഞു നടന്നാലും അത് ഭക്തിയൊന്നും ആവണമെന്നില്ല. നമ്മൾ പാപത്തെ വെറുക്കണം, നീതിപൂർവം ജീവിക്കണം. എന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവത്തിന് പ്രീതികരമാകും, അത് ഫലപ്രദമാകും എന്നുള്ളത് നാം തിരിച്ചറിയണം. 4 കാര്യങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ സുഭാഷിതങ്ങൾ 8:13. അഹങ്കാരം, ഗർവ്, ദുർമാർഗം, ദുർവചനം. 4 കാര്യങ്ങൾ. അഹങ്കാരം, ഗർവ്, ദുർമാർഗം, ദുർവചനം. ഇവ വെറുക്കുന്നതാണ് ദൈവഭക്തി. ഈ കാര്യങ്ങൾ കൂടപ്പുറപ്പായി കൊണ്ട് നടന്നിട്ട് കൈകൂപ്പി പ്രാർത്ഥിച്ചാലും അത് ഭക്തിയുള്ളൊരു പ്രാർത്ഥനയൊന്നും ആകില്ലെന്ന് യെശയ്യാ 33 6-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവഭക്തി, യഥാർത്ഥ ദൈവഭക്തി എന്ന് പറയുന്നത് വലിയൊരു സമ്പത്താണ്. അടുത്തായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഭക്തിയുടെ ആവശ്യകതയെക്കുറിച്ച് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 34:11, ദൈവഭക്തിയിൽ പരിശീലനം നേടുക. ജോബ് 8:13, ദൈവഭക്തിയില്ലാത്തവൻ്റെ പ്രത്യാശ നശിച്ചു പോകും. ദൈവഭക്തി നമുക്ക് ആവശ്യമാണ്, അതിൽ നമ്മൾ ഒരു പരിശീലനം നേടണം. പ്രഭാഷകൻ 27 3-ാമത്തെ വചനം, ദൈവഭക്തിയിൽ ദൃഢതയില്ലാത്തവർ നശിക്കും. ഈ ഭക്തിയിലൊരു ദൃഢത വളരെ പ്രധാനപ്പെട്ടതാണ്, അതില്ലാത്തവർ നശിക്കും. പ്രഭാഷകൻ 34:23 കൂടി എടുക്കുകയാണെങ്കിൽ, ദൈവഭക്തിയില്ലാത്തവരുടെ ബലികൾ ദൈവത്തിന് പ്രീതികരമല്ല. ഇനി നമ്മൾ ദൈവഭക്തിയുള്ളവരാണെങ്കിൽ അവരുടെ നേട്ടം വളരെ വലുതാണ്. സുഭാഷിതങ്ങൾ 16:6, ദൈവഭയം തിന്മയിൽ നിന്ന് നിന്നെ അകറ്റി നിർത്തും. പ്രഭാഷകൻ 18:3, ദൈവഭയമുള്ള ഒരുവൻ 1000 പാപികളെക്കാൾ മെച്ചമാണ്. ഹെബ്രായർ 5:7, ദൈവഭക്തിയുള്ളവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഇതെല്ലാം ദൈവഭക്തരായി മാറിയാൽ നമുക്കുണ്ടാകാവുന്ന നേട്ടങ്ങളാണ്. നമുക്ക് ഈ ബോധ്യത്തോടെ പ്രതിഷ്ഠാജപത്തിൽ പങ്കുചേർന്ന് ഒരു അഭിഷേകം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.